രാജ്യത്ത് PNG ശൃംഖല വിപുലീകരിക്കാൻ കേന്ദ്രം 50 ലക്ഷം പുതിയ PNG കണക്ഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണം. ഉപഭോക്താക്കൾ LPGയിൽ നിന്ന് PNGയിലേക്ക് മാറാൻ കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, 50 ലക്ഷം PNG കണക്ഷനെ പറ്റിയാണല്ലോ പറയുന്നത്. എങ്ങനെയായിരിക്കും ആ മാറ്റം രാജ്യം സ്വീകരിക്കുക? അതിലേക്ക് വരുന്നത് എങ്ങനെ? വിശദാംശങ്ങൾ എന്താണ് വിഷ്ണു? മോദി, രാജ്യത്ത് LPGക്ക് പ്രതിസന്ധിയില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും രാജ്യത്തേക്കുള്ള LPG ചരക്ക് നീക്കത്തെ വലിയ തോതിൽ യുദ്ധം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കപ്പലുകളുടെ വരവുകളെല്ലാം നോക്കിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ഇരുന്നിരുന്നത്. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ PNG ശൃംഖല കൂടുതൽ വിപുലീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ ഒരു യോഗം ചേർന്നിരുന്നു. മുതിർന്ന മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും, അതുകൂടാതെ വിവിധ പെട്രോളിയം കമ്പനികളുടെ പ്രതിനിധികൾ, ഗെയിൽ ഉൾപ്പെടെയുള്ള പെട്രോളിയം കമ്പനികളുടെ അല്ലെങ്കിൽ വിതരണ ശൃംഖലകളുടെ ഉടമകളും എല്ലാം തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിലാണ് 50 ലക്ഷം എന്നൊരു ടാർഗറ്റ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. 50 ലക്ഷം വീടുകളിലേക്ക് അല്ലെങ്കിൽ 50 ലക്ഷം ഉപഭോക്താക്കളിലേക്ക് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് എത്തിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഈ LPG ശൃംഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉലച്ചിൽ സംഭവിച്ചാൽ പോലും അത് ഉപഭോക്താക്കളെ ബാധിക്കരുത്, ജനങ്ങളെ ബാധിക്കരുത്. യാതൊരു തരത്തിലും ഇന്ധനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ അനിശ്ചിതാവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കയാണോ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എല്ലാ കാലവും നമുക്ക് ഈ ഫോസിൽ ഇന്ധനം ലഭ്യമായിക്കൊണ്ടിരിക്കും എന്ന ഒരു ധാരണ നമ്മളിൽ പലർക്കുമുണ്ട്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും അതിന്റെ വരവോ ലഭ്യതയോ നിലയ്ക്കാമെന്ന തരത്തിലേക്ക് മാറ്റി ചിന്തിക്കേണ്ട നിർണായക ഘട്ടമാണിതെന്നാണോ തിരിച്ചറിയേണ്ടത്? മോദി, തീർച്ചയായും. കാരണം ഫോസിൽ ഇന്ധനങ്ങളെ എല്ലാ കാലത്തും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് എന്ന് നമുക്ക് ചെറുപ്രായം മുതൽ നമ്മളെല്ലാവരും പഠിച്ചു വരുന്നതാണ്. പക്ഷെ നമുക്ക് പരിമിതമായ റിസോഴ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടങ്ങളെ നമുക്കുള്ളൂ എന്നതാണ് മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതീവ നിർണായകമാണ്. ഇപ്പോൾ LPG ആയാലും നമുക്കറിയാം, പണ്ട് വീടുകളിലെല്ലാം LPG സിലിണ്ടറുകൾ വന്നിരുന്ന പലയിടങ്ങളിലും ഇന്ന് പൈപ്പിലൂടെയാണ് LPG വിതരണം പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറി നാച്ചുറൽ ഗ്യാസ് നമുക്ക് കൂടുതൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്ത്യയിൽ തന്നെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നതാണ് കറന്റ് സിനാരിയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള കാര്യം എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. മാത്രവുമല്ല, ഈ LPGയുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കൈമാറ്റ ചിലവ് എന്ന് പറയുന്നത് വളരെ കൂടുകയാണ്, പ്രത്യേകിച്ച് യുദ്ധസമാനമായ സാഹചര്യത്തിൽ. അപ്പോൾ ചിലവ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ തടസ്സമില്ലാതെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോസിൽ ഇന്ധനങ്ങളെ എല്ലാം തന്നെ ആശ്രയിച്ചുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതം എത്ര കാലം മുന്നോട്ട് എന്ന് ചോദിച്ചാൽ അത് വലിയ ചോദ്യമാണ്, ഒരുപാട് ചർച്ചകൾ ആവശ്യമുള്ള ചോദ്യമാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ LPGക്ക് ഒരു ബദലല്ല. പക്ഷേ LPGയുടെ ക്ഷാമത്തെ താൽക്കാലികമായെങ്കിലും തടയാൻ നമുക്ക് ഈ ഒരു PNG വിപുലീകരിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും കണക്കുകൂട്ടുന്നത്.